ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പിന്നെ നമ്മൾ ഒരു ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് വണ്ടിയില്ല, വണ്ടി സർവീസിന് കൊടുത്തായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ ഒരു വെയിലത്ത് നടക്കുകയാണ് ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നു, നട്ട വെയിലായിരുന്നു. രാവിലെ ആയത് കാരണം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ഒടുക്കത്തെ വെയിൽ. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തി, ബസ്സിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ അതേ നമ്മുടെ പാലത്തിന്, എനിക്ക് ആ പാലത്തിൻ്റെ അപ്പുറത്താണ് പോവേണ്ടിയിരുന്നത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ബസ്സിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പാലമൊക്കെ കണ്ട് നമ്മൾ ഈ പാലം കടന്ന് എനിക്ക് അടുത്ത ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ട് വേണം പിന്നെ പോകാൻ. അപ്പോൾ നമ്മളത് ഇവിടെ ഇറങ്ങി, ജംഗ്ഷനിൽ ഇറങ്ങി. അപ്പോൾ ഞാൻ അടുത്ത ജംഗ്ഷൻ കാണിച്ചു തരാം. ബസ് അപ്പോൾ പോവുകയാണ് ഗൈസ്. നമ്മളെ നല്ല സുലീഫ് റേഞ്ചാണ്. അപ്പോൾ അതാറിനടുത്താണ്. കുറേ ആൾക്കാർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. അവിടെ പണിയൊക്കെ നടക്കുക കാരണം അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചയായപ്പോൾ നമുക്ക് വിശക്കുമല്ലോ. അപ്പോൾ നമ്മൾ പെരുമ്പാവൂരായത് കാരണം നമ്മൾ അപ്സര ഹോട്ടലിലാണ് പോയത്. അത്യാവശ്യം നല്ല ഹോട്ടലാണെന്നൊക്കെയാണ് നമ്മൾ റിവ്യൂലൊക്കെ കണ്ടത്. ഇത് പെരുമ്പാവൂർ ജംഗ്ഷനിൽ തന്നെയാണ് അപ്സര ഹോട്ടൽ. ആ വഴിയിൽ നിന്ന് നേരെ കയറി വന്നാൽ മതി. ഇവിടെ വിവരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട കിട്ടും ഇവിടെ ബിരിയാണിയിൽ. അപ്പോൾ ഒരു ഹാഫ് ബിരിയാണി വിത്ത് മുട്ടയാണ് പറഞ്ഞത്. മുട്ട സെപ്പറേറ്റ് മേടിക്കണം, അതിന് സെപ്പറേറ്റ് പൈസ ഉണ്ട്. ഫുൾ ബിരിയാണിക്ക് മുട്ട ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് ബിരിയാണി എന്ന് പറഞ്ഞത്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. പിന്നെ പപ്പടമൊക്കെ ഉണ്ട്. പപ്പടവും പക്ഷേ ചെറിയ പപ്പടമാണ്, എന്നാലും അത്യാവശ്യം അടിപൊളിയായിരുന്നു. എനിക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണി അല്ല, അടിപൊളി ബിരിയാണിയാണ്. പിന്നെ നല്ല തിരക്കാണ്, സീറ്റ് കിട്ടാനൊക്കെ പാടാണ്. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ വരുന്നത്, പെരുമ്പാവൂർ ജംഗ്ഷനിൽ. അവിടെ ചെറിയ ബോർഡാണ്, കാണാൻ പറ്റൂല. അപ്പോൾ 6 മണിയായപ്പോൾ തിരിച്ചു വിട്ടത്.